മഹാത്ഭുതങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനമുള്ള ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയെ കുറിച്ച് ഓർക്കുമ്പോൾ പണ്ട് 700 BC-കളിൽ പണിത, അതും ഒരു 2100ഓളം വർഷങ്ങള് രണ്ട് രാജവംശങ്ങള് നിർമ്മിച്ച ആ ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതമായ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ വിദൂര കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏകദേശം 21,000ഓളം കിലോമീറ്ററിലാണ് ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന പണിത്. ഏകദേശം 10 മില്യൺ ആളുകളോളം ഇവിടെ ഇതുണ്ട് ഉണ്ടാക്കുന്നതിനനുബന്ധിച്ച് മരണപ്പെട്ടു. 2200 വർഷങ്ങളെടുത്തു ഈ നീണ്ട ഗ്രേറ്റ് വാൾ ഓഫ് ചൈന നിർമ്മിക്കാനായിട്ട്. ഇത് പ്രധാനമായിട്ട് നിർമ്മിച്ചത് മംഗോളിയൻ ഉൾപ്പെടെയുള്ള നോമാഡ്സിന്റെ വലിയ ആക്രമണത്തിൽ നിന്നും ചൈനയെ രക്ഷപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, മംഗോളിയയുമായി ബന്ധപ്പെട്ട ആ വിശാലമായ ബോർഡറിലാണ് ഈ സ്ഥാനം നിർമ്മിക്കപ്പെട്ടത്. അത് തന്നെ ഓർക്കുമ്പോൾ തന്നെ ഈ ജനത്തിന്റെ സുരക്ഷിതത്തിന് 700 BC-കളിൽ തന്നെ ദീർഘവീക്ഷണത്തോടെ പണിത ഈ മഹാത്ഭുതം ഇന്നും തകർക്കപ്പെടാതെ നിൽക്കുന്നു. അതില് 21,000ഓളം കിലോമീറ്റർ അത് ഉണ്ടെങ്കിലും ഇന്ന് ഏകദേശം 6,700ഓളം കിലോമീറ്റർ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു വലിയ മഹാത്ഭുതത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് എന്റെ പ്രേക്ഷകരുമായി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ പ്രദേശം ഏറ്റവും ദുർഘടമായ രീതിയിൽ ഇത് പണിയപ്പെട്ടത് നോക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ കൊച്ചു കേരളത്തില് നിർമ്മിക്കപ്പെട്ട നെടുങ്കോട്ടയെ കുറിച്ചാണ്. അറേബ്യൻ സീയും അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട ഒരു വലിയ കോട്ടയും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഏകദേശം 1762കളിലാണ് ഈ നെടുങ്കോട്ട നമ്മുടെ കൊച്ചു കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടത്. നിങ്ങൾക്ക് അത്ഭുതം എന്ന് പറയട്ടെ, ഇതിന്റെ രണ്ടിന്റെയും വീതി കൃത്യമാണ്. ഏകദേശം 20ഓളം അടിയാണ് ഈ വീതി. ഈ വീതി തന്നെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട ആ നെടുങ്കോട്ടയ്ക്ക് പോലും ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ. പക്ഷെ അതിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു 26 മീറ്ററോളം താഴ്ചയിൽ വലിയ കിടങ്ങുകൾ ഈ നെടുങ്കോട്ടയ്ക്ക് ഉണ്ടായിരുന്നു. ആ മഹാത്ഭുതം ട്രാവൻകൂർ രാജവംശമാണ് ജനത്തെ ടിപ്പു സുൽത്താൻ മൈസൂർ രാജവംശത്തിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ നെടുങ്കോട്ട നിർമ്മിച്ചത്. മാസങ്ങളോളം നീണ്ട കഠിന പ്രയത്നത്തിലാണ് ഈ നെടുങ്കോട്ട തകർക്കപ്പെട്ടത്. അതിന്റെ കിടങ്ങുകളിൽ തന്നെ വലിയ ട്രാപ്പും കെണികളുമാണ് ട്രാവൻകൂർ രാജവംശം വെച്ചത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1000ഓളം ടിപ്പുവിന്റെ പടന്മാര് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ടിപ്പുവിന് പോലും അതിഭീകരമായ രീതിയിൽ മുറിവേറ്റു എന്ന് പറയുന്നു. പിന്നീട് ആ ടിപ്പു സുൽത്താൻ തന്നെ അതിനെ പരിപൂർണമായിട്ട് നശിപ്പിക്കുകയും ബാക്കിയുള്ള പ്രകൃതിയിലെ ദുരന്തങ്ങളിലോ പല വിധത്തിൽ നാമശേഷമാണ്. കൃഷ്ണൻകോട്ടയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ചെറിയ അവശിഷ്ടങ്ങൾ കണ്ടുവെങ്കിലും പൂർണ്ണമായിട്ട് മാഞ്ഞു പോകുകയാണ്. പൂർണ്ണമായിട്ട് 2100 വർഷങ്ങളിൽ പൂർത്തിയാക്കി ആ കാലഘട്ടത്തിൽ തന്നെ അതേ അളവിലാണ് നമ്മുടെ നെടുങ്കോട്ടയിൽ ഉണ്ടാക്കിയത്. അത് തന്നെയാണ് ഏറ്റവും മഹാത്ഭുതമായിട്ട് ഇന്ന് അവശേഷിക്കുന്നത്. അത് തന്നെയാണ് എന്റെ പ്രേക്ഷകരായി നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്.